രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തത് ആരാണ് കമ്പനി സെക്രട്ടറി, ദെൻ പ്രോസ്പെക്ട്സ് ഓഫ് ദി കമ്പനി സെക്രട്ടറി. ഒരു കമ്പനി സെക്രട്ടറി ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ജോലിയിൽ പ്രവേശിക്കാം അത് കണ്ടു. മൂന്നാമതായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എല്ലാവരും കിട്ടാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, നമുക്ക് കിട്ടുന്ന റിട്ടേൺ. നമ്മളൊരു കമ്പനി സെക്രട്ടറി പ്രൊഫഷണൽ ആയിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി സെക്രട്ടറിക്ക് എത്രയാണ് ഒരു റെമ്യൂണറേഷൻ കിട്ടുന്നത്? ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റും എത്രയാണ് ഒരു കമ്പനി സെക്രട്ടറിക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അൺമ്യൂട്ട് ചെയ്യുക, സംസാരിക്കുക കേട്ടോ. ഒരു കമ്പനി സെക്രട്ടറി എംപ്ലോയ്മെന്റിൽ കയറി കഴിഞ്ഞാൽ എത്രയാണ് ശമ്പളം കിട്ടുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് ഊഹിച്ചാൽ മതി. അൺമ്യൂട്ട് ചെയ്യുക, സംസാരിക്കുക. തെറ്റിയാലും കുഴപ്പമില്ല, ജസ്റ്റ് പറഞ്ഞോളൂ. ഒരു കമ്പനി സെക്രട്ടറി പ്രൊഫഷണൽ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത്, ഞാൻ കേരളത്തിലെ കുറച്ച് കമ്പനിയുടെ ഡീറ്റെയിൽസും പറയാം, പിന്നെ ഇന്ത്യയിലുള്ള ടോപ്പ് 3 കമ്പനീസിന്റെ റെമ്യൂണറേഷനും പറയാം. പിന്നെ അത് കൂടാണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഒരു ചെറിയൊരു കമ്പനി സ്റ്റാർട്ടിങ് ഒരു ഫ്രഷർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ എത്രയാണെന്ന് ഞാൻ പറയാം. ഫെഡറൽ ബാങ്കിന്റെ കമ്പനി സെക്രട്ടറിക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ ആണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. 33 ലക്ഷം വാർഷിക വരുമാനം ഒരു കമ്പനി സെക്രട്ടറീസിന് കിട്ടുന്നത് 33 ലക്ഷമാണ്. അതായത് പുതുതായിട്ട് ജോയിൻ ചെയ്ത ഒരു കമ്പനി സെക്രട്ടറിയാണ്, ഫെഡറൽ ബാങ്കിൽ ജോയിൻ ചെയ്ത ഒരു കമ്പനി സെക്രട്ടറിയാണ് സമീർ പി രാജ്ദേവ്. അദ്ദേഹം നവംബർ 30 ജോയിൻ ചെയ്തത്. അപ്പൊ ഏകദേശം ഒരു 5 മാസം കൊണ്ട് ഇദ്ദേഹത്തിന് വാർഷിക വരുമാനമായിട്ട് കിട്ടിയിരിക്കുന്നത് 33 ലക്ഷം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 2020 ആനുവൽ റിപ്പോർട്ടിന്റെ ബുക്കിൽ നിന്നാണ്. പിന്നെ റിട്ടയർഡ് ആയി പോയിട്ടുള്ള കമ്പനി സെക്രട്ടറിക്ക് കിട്ടിയത് 61 ലക്ഷമാണ്. മണപ്പുറം ഫിനാൻസിലെ കമ്പനി സെക്രട്ടറിക്ക് കിട്ടിയിരിക്കുന്നത് 30 ലക്ഷമാണ്. അതായത് ആനുവൽ റിപ്പോർട്ട് 2020 പ്രകാരം കമ്പനി സെക്രട്ടറി, മണപ്പുറം ഫിനാൻസിലെ കമ്പനി സെക്രട്ടറിക്ക് കിട്ടിയിരിക്കുന്നത് 30 ലക്ഷമാണ്. വി ഗാർഡ് മറ്റൊരു നല്ലൊരു കമ്പനിയാണ്. കമ്പനിയുടെ കമ്പനി സെക്രട്ടറിക്ക് കിട്ടിയിരിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 40 ലക്ഷത്തോളം 37 ലക്ഷത്തോളം വരുമാനം കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നാഷണൽ ലെവലിൽ ഇന്ത്യയിലുള്ള ടോപ്പ് മോസ്റ്റ് 3 കമ്പനീസിന്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണ്. റിലയൻസിൽ 2 കമ്പനി സെക്രട്ടറിയാണ് ഉള്ളത്. ഒരു മെയിൻ കമ്പനി സെക്രട്ടറിയും രണ്ടാമത് ജോയിന്റ് കമ്പനി സെക്രട്ടറി. മെയിൻ കമ്പനി സെക്രട്ടറിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 2.5 കോടിയാണ്. ജോയിന്റ് കമ്പനി സെക്രട്ടറിക്ക് കിട്ടുന്ന ഏകദേശം 2 കോടിയോളമാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്ന കമ്പനി, അതിലെ കമ്പനി സെക്രട്ടറിക്ക് കിട്ടുന്നത് ഏകദേശം 5.5 കോടി രൂപയാണ്. 5.5 crores റുപ്പീസ് ആണ് അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം. TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, IT കമ്പനിയാണ്. IT കമ്പനിയിലെ TCSന്റെ കമ്പനി സെക്രട്ടറിക്ക് വാർഷിക വരുമാനമായിട്ട് കിട്ടുന്നത് 1.40 കോടി രൂപയാണ്. ഇതാണ് കേരളത്തിലുള്ള ടോപ്പ് മോസ്റ്റ് 3 കമ്പനീസും ഇന്ത്യയിലുള്ള ടോപ്പ് മോസ്റ്റ് 3 കമ്പനീസിന്റെയും ഡീറ്റെയിൽസ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ നിന്നാണ്. ആനുവൽ റിപ്പോർട്ട് 2020 ബേസിലാണ് ഞാൻ റിപ്പോർട്ടിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഇത് കൂടാണ്ട് ഒരു പ്രൊഫഷണൽ പാസ്സായി കഴിഞ്ഞാൽ, ഒരു ഫ്രഷർ ആയിട്ടുള്ള കമ്പനി സെക്രട്ടറി ആണെങ്കിൽ ഒരു സ്ഥാപനത്തിൽ കയറുമ്പോൾ മാസ വരുമാനം അദ്ദേഹത്തിന് മിനിമം ഒരു 40,000 മുതൽ 50,000 വരെ എന്തായാലും കിട്ടും. കാരണം ഒരു പ്രൊഫഷണൽ കമ്പനി സെക്രട്ടറി, യങ് കമ്പനി സെക്രട്ടറി ആയിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എക്സ്പീരിയൻസ് നേടണം. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്, മാസ ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം 50,000 രൂപ. മാസ ശമ്പളം 50,000 രൂപയുടെ അടുത്ത് കിട്ടും. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ ക്വാളിഫിക്കേഷനും നമ്മുടെ അറിവും നോളജ് എല്ലാം കൂടി പെട്ടെന്ന് തന്നെ അത് 60,000 രൂപയാവാം, 70,000 രൂപയാവാം, 1 ലക്ഷം ആവാം. അതെല്ലാം നമ്മുടെ ഒരു
നോളജും നമ്മൾ എങ്ങനെ കമ്പനിയെ നല്ല രീതിയിൽ നയിക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആവറേജ് യങ് കമ്പനി സെക്രട്ടറി, ഫ്രഷർ കമ്പനി സെക്രട്ടറിക്ക് കിട്ടുന്ന മാസ വരുമാനം എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ, ഓഡിയോ മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് നാലാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് സ്കോപ്പ് ഓഫ് കമ്പനി സെക്രട്ടറി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കമ്പനി സെക്രട്ടറിക്കുള്ള സ്കോപ്പ് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇത് ഞാൻ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ്, മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ഒരു ഡാറ്റയാണ്. മാർച്ച് 31, 2019 പ്രകാരമുള്ള ഡാറ്റയാണ്. ഓക്കെ, ആക്റ്റീവ് കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആക്റ്റീവ് കമ്പനീസ് എന്ന് പറയുന്നത് ഏകദേശം 12 ലക്ഷത്തോളം വരുന്ന കമ്പനീസ് ഉണ്ട്. എത്രയാണ്? 12 ലക്ഷത്തോളം വരുന്ന കമ്പനീസ് ഉണ്ട്. അതിൽ ലിസ്റ്റഡ് കമ്പനീസ് വരും, പബ്ലിക് കമ്പനീസ് വരും, പ്രൈവറ്റ് കമ്പനീസ് വരും, OPC വരും. ഇതെല്ലാം ചേർത്തിട്ടുള്ള ടോട്ടൽ ഫിഗർ ആണ് 12 ലക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ 12 ലക്ഷം ആക്റ്റീവ് കമ്പനീസ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെമ്പർമാരുടെ കണക്ക് എന്ന് പറയുന്നത് 62,000 മെമ്പറെ ഇന്ത്യയിലുള്ളൂ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രജിസ്റ്ററിലുള്ളൂ. ഈ 62,000 ഏകദേശം ഒരു 10% മരിച്ചുപോയ മെമ്പർമാരുണ്ട്. ദെൻ അതിൽ തന്നെ 10% നമ്മൾ മാറ്റി വെച്ചു. അപ്പൊ 62,000 ഒരു 6,000 മാറ്റിയിട്ടുണ്ടെങ്കിൽ 6,000 പേര് മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ബാലൻസ് എത്ര ഉണ്ടാവും? ഏകദേശം 55,000 മെമ്പേഴ്സ് ഉണ്ടാവും. 55,000 മെമ്പേഴ്സിൽ ഒരു 10,000 മെമ്പേഴ്സും മൾട്ടി ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് കമ്പനി സെക്രട്ടറി കോസ്റ്റ് അക്കൗണ്ടന്റ്, കമ്പനി സെക്രട്ടറി അഡ്വക്കേറ്റ് LLB, കമ്പനി സെക്രട്ടറി ചാർട്ടേഡ് അക്കൗണ്ട്, അങ്ങനെ ഡുവൽ ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഡുവൽ ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രൊഫഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഐദർ ചാർട്ടേഡ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റോ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മൾട്ടി ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന പ്രൊഫഷണൽസും ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ 55,000 നിന്ന് 10,000 മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 47,000 പേര് ആണ് ബാക്കിയുള്ളത്. ടോട്ടൽ 62,000 മെമ്പേഴ്സ് ഉണ്ട്. 62,000 മെമ്പേഴ്സ് നിന്ന് 6,000 മാറ്റിയിട്ടുണ്ടെങ്കിൽ 6,000 പേര് മരിച്ചു പോയതാണ്. അപ്പൊ 6,000 മാറ്റിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 55,000 മെമ്പേഴ്സ് ബാക്കിയുണ്ട്. 55,000 മെമ്പേഴ്സ് നിന്ന് 10,000 മൾട്ടി ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. അപ്പോൾ 45,000 മെമ്പേഴ്സ് ആണ് ബാക്കിയുള്ളത്. ഈ 45,000 മെമ്പേഴ്സിൽ ഏകദേശം 10,000 മെമ്പേഴ്സ് പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറീസ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ്. അപ്പോൾ 35,000 മെമ്പേഴ്സ് ആണ് ആക്റ്റീവായിട്ട് എംപ്ലോയ്മെന്റിലുള്ളൂ. ഓക്കെ, 35,000 മെമ്പേഴ്സേ ആക്റ്റീവായിട്ട് എംപ്ലോയ്മെന്റിലുള്ളൂ. കമ്പനിയുടെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് 12 ലക്ഷത്തോളം ഉണ്ട്. ഈവൻ 50% എടുത്തോളൂ, 6 ലക്ഷത്തോളം കമ്പനീസിൽ ഒരു പക്ഷേ റിക്വയർമെന്റ് ഉണ്ട്. സ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 35,000 മെമ്പർമാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷെ 6,000 കമ്പനീസ് ഇപ്പോഴും, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഏകദേശം 6 ലക്ഷം 5 ലക്ഷം 6 ലക്ഷത്തോളം കമ്പനീസ് ആക്റ്റീവായിട്ടുണ്ടാവും. അതായത് നമ്മുടെ റിക്വയർമെന്റ് ഉള്ള കമ്പനീസ്. നമുക്കുള്ള മെമ്പർമാരെന്ന് പറയുന്നത് 35,000 മെമ്പേഴ്സേ ഉള്ളൂ. അപ്പൊ 35,000 = 6 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം ഏകദേശം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പോൾ കമ്പനി സെക്രട്ടറിമാരുടെ റിക്വയർമെന്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. കേരളത്തിലും സ്കോപ്പ് ഉണ്ട്. അതുകൂടാണ്ട് കേരളത്തിന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും വലിയ സ്കോപ്പാണ് കമ്പനി സെക്രട്ടറിക്ക് ഉള്ളത്. ആൻഡ് കമ്പനി സെക്രട്ടറി സൊസൈറ്റി കമ്പനി സെക്രട്ടറി റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ സൊസൈറ്റി ഒരു കമ്പനി സെക്രട്ടറി പ്രൊഫഷണലെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കോപ്പ് വൈസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 35,000 മെമ്പേഴ്സ്, 6 ലക്ഷം കമ്പനീസ് ഏകദേശം. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടില്ല, എങ്കിലും ഞാൻ ടോട്ടൽ ആക്റ്റീവ് കമ്പനീസിന്റെ ഒരു 50% അല്ലെങ്കിൽ 30% എടുത്താലും നമുക്ക് ഈ റിക്വയർഡ് കമ്പനിക്കുള്ള മെമ്പർമാരില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് കമ്പനി സെക്രട്ടറി രജിസ്റ്റർ ചെയ്യുക,
പാസ്സാവാം. പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലുണ്ട് സ്കോപ്പ്, കേരളത്തിന് പുറത്തും നല്ല സ്കോപ്പാണ് ഉള്ളത്. ഇനി നെക്സ്റ്റ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. ആരാണ് കമ്പനി സെക്രട്ടറി? കമ്പനി സെക്രട്ടറി ആയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ എംപ്ലോയ്മെന്റ് ചെയ്യാം? കമ്പനി സെക്രട്ടറിമാരുടെ റോൾ എന്താണ്? എന്തൊക്കെയാണ് കമ്പനി സെക്രട്ടറീസ് ചെയ്യേണ്ടത്? നാലാമത്തത്, ഇവർക്ക് കിട്ടുന്ന റെമുനറേഷൻ എത്രയാണെന്ന് നമ്മൾ കണ്ടു. ആൻഡ് ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെ നമുക്ക് കോഴ്സിന് രജിസ്റ്റർ ചെയ്യാം, ഏതൊക്കെ ലെവൽസ് ആണുള്ളത്, ട്രെയിനിങ് എത്ര വർഷം ചെയ്യണം, മെമ്പർഷിപ്പ് എപ്പോൾ അപ്ലൈ ചെയ്യണം, മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡെസിഗ്നേഷൻ പൊസിഷൻ എന്താണ്, ആ കാര്യത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഹൗ ടു ബിക്കം എ കമ്പനി സെക്രട്ടറി, എങ്ങനെ നമുക്ക് ഒരു കമ്പനി സെക്രട്ടറി ആവാം? ഓക്കെ, ലെറ്റ് us start. Introduction to company secretary course. Earlier, അതായത് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് CSEET, കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. CSEET. ഈ എൻട്രൻസ് ടെസ്റ്റ് വരുന്നതിന് മുമ്പ് ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ഇപ്പം അത് എടുത്തു മാറ്റി. അപ്പോൾ 3 സ്റ്റേജസ് ആണുള്ളത്. നേരത്തെ ഫൗണ്ടേഷൻ, ദെൻ എക്സിക്യൂട്ടീവ് ലെവൽ, ദെൻ പ്രൊഫഷണൽ പ്രോഗ്രാം. ഫൗണ്ടേഷൻ, നേരത്തെ ഫൗണ്ടേഷൻ സ്റ്റേജ് ആയിരുന്നു, ദെൻ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം, പ്രൊഫഷണൽ പ്രോഗ്രാം. ഫൗണ്ടേഷൻ സ്റ്റേജ് ഇപ്പോൾ നിലവിലില്ല. അതിന് പകരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണ് CSEET, കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ്. ഇതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു കമ്പനി സെക്രട്ടറി കോഴ്സിൽ നിങ്ങൾ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഒരു +2 പാസ്സായ ഒരു സ്റ്റുഡൻറ്റിന് കമ്പനി സെക്രട്ടറി കോഴ്സിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എൻട്രൻസ് ടെസ്റ്റ് പാസ്സാവണം. CSEET, കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് പാസ്സാവണം. ആ ടെസ്റ്റ്, എൻട്രൻസ് ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ CS എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാം, അത് പഠിച്ച് പാസ്സാവാം. ദെൻ CS പ്രൊഫഷണൽ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാം, അത് പഠിച്ച് പാസ്സാവാം. ഓക്കെ. ദെൻ എക്സംഷൻ ഉള്ളത് 2 കാറ്റഗറിയിലുള്ള പ്രൊഫഷണൽസിന് മാത്രമേ ഉള്ളൂ. അതായത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് മെമ്പർമാർക്കും കോസ്റ്റ് അക്കൗണ്ടന്റ് മെമ്പർമാർക്കും CSEET ടെസ്റ്റ് എഴുതേണ്ട ആവശ്യമില്ല. അവർ എക്സംഷൻ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാം. അല്ലാതുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്റ്റുഡൻസിനും എൻട്രൻസ് ടെസ്റ്റ് എഴുതാണ്ട് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ കടക്കാൻ പറ്റത്തില്ല. അപ്പോൾ CSEET എൻട്രൻസ് എക്സാം പാസ്സാവണം, ദെൻ എക്സിക്യൂട്ടീവിൽ അഡ്മിഷൻ കിട്ടും, എക്സിക്യൂട്ടീവ് പ്രോഗ്രാം പാസ്സാവണം, ദെൻ പ്രൊഫഷണൽ പ്രോഗ്രാം രജിസ്റ്റർ ചെയ്യണം, പ്രൊഫഷണൽ പ്രോഗ്രാം പാസ്സാവണം. അപ്പോൾ പ്രൊഫഷണൽ പ്രോഗ്രാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് 2 വർഷത്തെ ട്രെയിനിങ് ചെയ്യണം. ഒരു കമ്പനി സെക്രട്ടറി ഫേമിലോ അല്ലെങ്കിൽ കമ്പനിയിലോ നമുക്ക് ട്രെയിനിങ് ചെയ്യാനുള്ളൊരു അറേഞ്ച്മെന്റ് ഉണ്ട്. അപ്പോൾ അവിടെ 2 വർഷം നമ്മൾ ട്രെയിനിങ്, അതായത് ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയും. കമ്പനി സെക്രട്ടറീസ് ചെയ്യേണ്ട ജോലികൾ നമ്മൾ അവിടെ നിന്നാണ് പഠിക്കുന്നത്. പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറയും. അപ്പോൾ ഒരു ഫേം, കമ്പനി സെക്രട്ടറി ഫേമിൽ നിന്നോ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് നമുക്ക് ഈ ട്രെയിനിങ് ചെയ്യാൻ പറ്റും. ആ ട്രെയിനിങ് ചെയ്യേണ്ട 2 കൊല്ലത്തേക്കാണ്. ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്യാം. മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അസോസിയേറ്റ് മെമ്പർഷിപ്പാണ്. ACS എന്ന് പറയും, അസോസിയേറ്റ് മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്നാണ് നമ്മളെ വിളിക്കുന്നത്. ഫ്രഷർ ആയിട്ടുള്ള ഒരു കമ്പനി സെക്രട്ടറിക്ക്. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനി സെക്രട്ടറിക്ക് ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഫെല്ലോ മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. കമ്പനി സെക്രട്ടറീസ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഫെല്ലോ മെമ്പറായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഫ്രഷർ കമ്പനി സെക്രട്ടറിക്ക് അസോസിയേറ്റ് മെമ്പർഷിപ്പും കിട്ടും. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മെമ്പർമാർക്കാണെങ്കിൽ ഫെല്ലോ മെമ്പർഷിപ്പും കിട്ടും. ഫെല്ലോ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ വി മസ്റ്റ്
ഗെറ്റ് 5 year എക്സ്പീരിയൻസ്, 5 yearsന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. ദെൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഡിസ്ക്രിപ്ഷന്റെ ബേസിലാണ് ഫെല്ലോ മെമ്പർഷിപ്പ് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ പ്രൊഫഷണൽ ജേർണി കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം, +2 പാസ്സായിട്ടുള്ള ഏത് സ്റ്റുഡൻസിനും എൻട്രൻസ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാം. CSEET എൻട്രൻസ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ലെവൽ പാസ്സാവണം, ദെൻ പ്രൊഫഷണൽ ലെവൽ പാസ്സാവണം. എക്സംഷൻ ഉള്ള രണ്ട് വിഭാഗത്തിൽപ്പെട്ട പ്രൊഫഷണൽസേ ഉള്ളൂ. ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർക്കും കോസ്റ്റ് അക്കൗണ്ടന്റ്മാരായിട്ടുള്ള മെമ്പേഴ്സിന് മാത്രമേ എക്സംഷൻ ഉള്ളൂ. അവർക്ക് എക്സംഷൻ ഫീ അടച്ചു കഴിഞ്ഞാൽ നേരിട്ട് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് എൻട്രൻസ് എക്സാം പാസ്സാവണം, എക്സിക്യൂട്ടീവ് പ്രോഗ്രാം പാസ്സാവണം, പ്രൊഫഷണൽ പ്രോഗ്രാം പാസ്സാവണം. ദെൻ നമ്മൾ 2 വർഷത്തെ ട്രെയിനിങ് ചെയ്യണം. ട്രെയിനിങ് ചെയ്തതിന് ശേഷം നമുക്ക് മെമ്പർഷിപ്പ് കിട്ടും. മെമ്പർഷിപ്പ് കിട്ടുന്നത് അസോസിയേറ്റ് മെമ്പർ ആയിട്ടായിരിക്കും കിട്ടുക. ദെൻ 5 years കഴിയുമ്പോൾ നമുക്ക് ഫെല്ലോ മെമ്പറായിട്ട് അപ്ലൈ ചെയ്യാം. ദെൻ എൻട്രൻസ് എക്സാമിൻ്റെ എൻട്രൻസ് ടെസ്റ്റിൻ്റെ കരിക്കുലം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. CSEET എൻട്രൻസ് ടെസ്റ്റിൻ്റെ വരുന്ന സിലബസ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. 4 മെറ്റീരിയൽ അല്ലെങ്കിൽ 4 പേപ്പേഴ്സ് ആണ് ഇതിലുള്ളത്. അതിൽ ഒന്ന് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചുള്ള ഒരു പേപ്പറാണ് ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. രണ്ടാമത്തത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിങ്, അതാണ് രണ്ടാമത്തെ പേപ്പറായിട്ട് വരുന്നത്. മൂന്നാമത്തെ പേപ്പർ എക്സിക്യൂട്ടീവ് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ്, എക്സിക്യൂട്ടീവ് അല്ല എക്കണോമിക് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ്, അതാണ് മൂന്നാമത്തേതായിട്ട് വരുന്ന പേപ്പർ. നാലാമത്തത് കറണ്ട് അഫയേഴ്സ്, അതായത് GK. ഈ 4 പേപ്പറാണ് എൻട്രൻസ് എക്സാമിന് വരുന്നത്. ടോട്ടൽ 200 മാർക്കാണ് ഈ ഒരു ടെസ്റ്റിന് വരുന്നത്. നമുക്ക് ഇൻഡിവിജ്വൽ പേപ്പറിന് 40% മാർക്കും വേണം. എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ 50% മാർക്ക് വേണം. ഓക്കെ. ആൻഡ് ഒരു എക്സാമ്പിൾ പറയാം. ബിസിനസ് കമ്മ്യൂണിക്കേഷന് നിങ്ങൾക്ക് 60 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് നിങ്ങൾക്ക് 40 മാർക്കെങ്കിലും കിട്ടണം. അതേമാതിരി തന്നെ എക്കണോമിക്സ് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റിന് 60 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സിന് നിങ്ങൾക്ക് 40 മാർക്കെങ്കിലും കിട്ടണം. അങ്ങനെ എല്ലാ പേപ്പേഴ്സിനും 40 മാർക്ക് കിട്ടണം. എല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ 50% ഉണ്ടാവണം. അതാണ് ഇതിന്റെ മീനിങ്. ദെൻ ഇത് കൂടാണ്ട് വൈവ ക്വസ്റ്റ്യൻസും ഇതിന്റെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ 200 മാർക്കിൽ ഇതാണ് പാസ് പെർസെൻറ്റേജ്. ഇൻഡിവിജ്വൽ പേപ്പറിന് 40% മാർക്ക് വേണം. എല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ 50% മാർക്കും വേണം. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. തെറ്റിയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ എൻട്രൻസ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ യു വിൽ ബി എലവേറ്റഡ് ടു CS എക്സിക്യൂട്ടീവ് പ്രോഗ്രാം. നമുക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കാം. CS എക്സിക്യൂട്ടീവ് പ്രോഗ്രാം എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിന് 2 മൊഡ്യൂൾസ് ആണുള്ളത്. ഓരോ മൊഡ്യൂളിലും 4 പേപ്പേഴ്സ് വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം 8 പേപ്പേഴ്സ് ആണ് എൻട്രൻസ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിനുള്ളത്. അപ്പോൾ മൊഡ്യൂൾ 1 വരുന്നത് ജനറൽ ലോസ് ഉണ്ട്, കമ്പനി ലോ ഉണ്ട്, സെറ്റിംഗ് ഓഫ് ബിസിനസ് ഉണ്ട്, ടാക്സ് ലോസ് ഉണ്ട്. മൊഡ്യൂൾ 2 വരുന്നത് കോർപ്പറേറ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് വരുന്നുണ്ട്, സെക്യൂരിറ്റീസ് ലോ വരുന്നുണ്ട്, എക്കണോമിക് ആൻഡ് ബിസിനസ് ആൻഡ് കൊമേഴ്ഷ്യൽ ലോസ് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഇതാണ് 8 പേപ്പേഴ്സ്. 2 മൊഡ്യൂളിൽ 8 പേപ്പേഴ്സ് ആണ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിന് വരുന്നത്. ഇതിൽ ടാക്സ് ലോസ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, FM, OMR ബേസ്ഡ് ആണ്. അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. എന്താണ്? ടാക്സ് ലോസ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, FM, ഈ 3 പേപ്പേഴ്സും OMR ബേസ്ഡ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. എക്സിക്യൂട്ടീവ് പ്രോഗ്രാം പാസ്സായി കഴിഞ്ഞാൽ ദെൻ നമുക്ക് ഫൈനൽ പ്രൊഫഷണൽ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാം. പ്രൊഫഷണൽ പ്രോഗ്രാമിന് 3 മൊഡ്യൂളാണുള്ളത്. 3 പേപ്പേഴ്സ് വെച്ചിട്ട് എല്ലാം കൂടി 9 പേപ്പേഴ്സ്. അപ്പോൾ ഓരോ മൊഡ്യൂളിലും 3 പേപ്പേഴ്സ് ഉണ്ടാവും. എല്ലാം കൂടി ചേർക്കുമ്പോൾ 9 പേപ്പേഴ്സ് ആണ് ഉള്ളത്. മൊഡ്യൂൾ 1 വരുന്നത് ഗവേണൻസ്, റിസ്ക് മാനേജ്മെന്റ്, കംപ്ലയൻസ് ആൻഡ് എത്തിക്സ്, ദെൻ അഡ്വാൻസ് ടാക്സ് ലോസ്, ദെൻ ഡ്രാഫ്റ്റിംഗ്, പ്ലീഡിംഗ് ആൻഡ് അപ്പിയറൻസ്. അതാണ് മൊഡ്യൂൾ 1 വരുന്നത്. മൊഡ്യൂൾ 2 സെക്രട്ടറിയൽ ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് വരുന്നുണ്ട്, ദെൻ റെസൊല്യൂഷൻ ഓഫ് കോർപ്പറേറ്റ് ഡിസ്പ്യൂട്ട്, അതിനെക്കുറിച്ചുള്ള ഒരു പേപ്പർ വരുന്നുണ്ട്. അതാണ് മൊഡ്യൂൾ 2 വരുന്ന പേപ്പർ. മൊഡ്യൂൾ 3 കോർപ്പറേറ്റ് ഫണ്ടിങ്, IPO റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 3 വരുന്ന പേപ്പേഴ്സ്.
കോർപ്പറേറ്റ് ഫണ്ടിങ് വരുന്നുണ്ട്. പിന്നെ കേസ് സ്റ്റഡി, ഒരു കേസ് നിങ്ങൾക്ക് തരും, ആ കേസ് നിങ്ങൾ പഠിക്കുക, അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് കേസ് സ്റ്റഡിയിൽ വരുന്നത്. 8ാമത്തെ പേപ്പറായിട്ട് വരും. ദെൻ 9ാമത്തെ പേപ്പർ എന്ന് പറയുന്നത് എലക്റ്റീവ് പേപ്പറാണ്. നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന 8 പേപ്പറിൽ ഏത് പേപ്പർ വേണമെങ്കിലും എലക്റ്റീവ് പേപ്പറായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ബാങ്കിങ് ലോസ് ഉണ്ട്, ഇൻഷുറൻസ് ലോസ് ഉണ്ട്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ട്, ഫോറൻസിക് ഓഡിറ്റ് ഉണ്ട്. അപ്പോൾ 8 പേപ്പറിൽ ഏതൊരു പേപ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് എലക്റ്റീവ് പേപ്പറായിട്ട് എടുക്കാം. അങ്ങനെ 9 പേപ്പറാണ് ഈ 3 മൊഡ്യൂൾസിലായിട്ട് പ്രൊഫഷണൽ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വൺസ് പ്രൊഫഷണൽ പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങിൽ കയറാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷൻ, ഈ 3 ലെവലിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാനേജ്മെന്റ്, ഒരു കമ്പനി മാനേജ് ചെയ്യാനായിട്ടുള്ള കഴിവും വേണം. അത് കൂടാണ്ട് നിയമം പാലിക്കാനായിട്ട്, നിയമപ്രകാരം എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അതിനുള്ള കഴിവും വേണം. അതനുസരിച്ചാണ് നിങ്ങൾക്കുള്ള കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാനേജ്മെന്റ് കവറേജും ഉണ്ട്, ലീഗൽ കവറേജും ഉണ്ട്. വൺസ് നിങ്ങൾ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമോ അല്ലെങ്കിൽ പ്രൊഫഷണൽ പ്രോഗ്രാമോ പാസ്സായി കഴിഞ്ഞാൽ 2 കൊല്ലത്തെ ട്രെയിനിങ് നിങ്ങൾ ചെയ്യണം. എന്താണ് 2 കൊല്ലത്തെ ട്രെയിനിങ് ചെയ്യണം? അതിന് നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി ഫേമിലോ അല്ലെങ്കിൽ കമ്പനിയിലോ നിങ്ങൾക്ക് ഈ ട്രെയിനിങ് ചെയ്യാം. പല കമ്പനീസും പല പ്രാക്ടീസിങ് ഫേമും ഇതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എക്സംഷനും കിട്ടും. അതും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡിസ്ക്രിപ്ഷനാണ്, എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ ബേസിലാണ് നിങ്ങൾക്ക് എക്സംഷൻ കിട്ടുന്നത്. നെക്സ്റ്റ്, രജിസ്ട്രേഷൻ ടു CS കോഴ്സ്. വൺസ് നിങ്ങൾ അഡ്മിഷനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ എക്സാം വർഷത്തിൽ എപ്പോഴൊക്കെ കണ്ടക്ട് ചെയ്യും. ദെൻ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ എഴുതാൻ പറ്റുമോ, 2 മൊഡ്യൂൾ എഴുതാൻ പറ്റുമോ, എല്ലാ മൊഡ്യൂൾസ് എഴുതാൻ പറ്റുമോ, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സ്ലൈഡിൽ ഞാൻ പറയാൻ പോകുന്നത്. രജിസ്ട്രേഷൻ CS കോഴ്സ്. എക്സാമിനേഷൻ മന്ത്, അതായത് ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതായത് എൻട്രൻസ് ടെസ്റ്റ് ഒഴികെ ബാക്കിയുള്ള സ്റ്റേജിൽ വരുന്ന പ്രോഗ്രാമിനുള്ള എക്സാമിനേഷൻ വർഷത്തിൽ 2 പ്രാവശ്യമാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് ജൂൺ മാസത്തിലും 2 ഡിസംബർ മാസത്തിലും. എങ്ങനെയാണ്? ജൂൺ മാസത്തിലും കണ്ടക്ട് ചെയ്യും, ഡിസംബർ മാസത്തിലും കണ്ടക്ട് ചെയ്യും. എൻട്രൻസ് ടെസ്റ്റ് ആണെങ്കിൽ മെയ് മാസത്തിലും കണ്ടക്ട് ചെയ്യും, ജൂലൈ മാസത്തിലും കണ്ടക്ട് ചെയ്യും. ദെൻ നവംബർ മാസത്തിലുണ്ട്, ജാനുവരി മാസത്തിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് എൻട്രൻസ് ടെസ്റ്റ് ഈ മാസം കണ്ടക്ട് ചെയ്യാൻ പോവാണ്. ദെൻ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിന്റെ കേസ് ആണെങ്കിൽ നിങ്ങൾ 31 മാർച്ച് 31-ാം തീയതിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് എല്ലാ മൊഡ്യൂൾസും എഴുതാൻ പറ്റും. 31 ജൂലൈക്ക് മുമ്പാണെങ്കിൽ ഒരു മൊഡ്യൂളെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അതേമാതിരി തന്നെയാണ് പ്രൊഫഷണൽ പ്രോഗ്രാമിൽ വരുന്നത്. പിന്നെ അഡ്മിഷൻ ഫീ, നിങ്ങളിപ്പോൾ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ അഡ്മിഷൻ ഫീസ് എത്രയാണ്? ഒരു പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം കൂടി ഒരു 25,000 മുതൽ ഒരു 50,000 രൂപ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ സുഖമായിട്ട് ഈ ഒരു കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിച്ച് പാസ്സാവാം. 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ കോഴ്സ് പഠിച്ച് നിങ്ങൾക്ക് പാസ്സാവാം. പഠിച്ച് പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 50,000 രൂപ. അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു 10 മടങ്ങ് 20 മടങ്ങൊക്കെയാണ് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ CSET എൻട്രൻസ് എക്സാമിന് 1000 രൂപ അടച്ചിട്ടാണ് നിങ്ങൾ എൻട്രൻസ് ടെസ്റ്റിന് ഇരിക്കേണ്ടത്. എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിനാണെങ്കിൽ എൻട്രൻസ് ടെസ്റ്റ് പാസ്സായ ആൾക്കാർക്ക് 8,500 രൂപയും പിന്നെ CMA CA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ 13,500 രൂപയാണ് ഫീസ്. ഫൈനലിനാണെങ്കിൽ 12,000 രൂപയാണ് വരുന്നത്. പിന്നെ SC/ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കാണെങ്കിൽ എക്സംഷൻ ഉണ്ട്. പിന്നെ വാലിഡിറ്റി ഓഫ് രജിസ്ട്രേഷൻ. വൺസ് നിങ്ങൾ CS കോഴ്സിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ ഡേറ്റ് മുതൽ 5 കൊല്ലത്തേക്കാണ് അഡ്മിഷന്റെ വാലിഡിറ്റി. അത് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിനും പ്രൊഫഷണൽ പ്രോഗ്രാമിനും സെയിം തന്നെയാണ്. പക്ഷേ എൻട്രൻസ് ടെസ്റ്റിനാണെങ്കിൽ എല്ലാ എൻട്രൻസ് ടെസ്റ്റും നിങ്ങൾ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. ഓക്കെ, ആൻഡ് ക്വാളിഫയിങ് മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിനിമം മാർക്ക് കിട്ടേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പറിന് 40 മാർക്കെങ്കിലും കിട്ടണം. പക്ഷെ ഒരു ഗ്രൂപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ്, ഞാൻ മൊഡ്യൂളിന്റെ കേസ് പറഞ്ഞു, ഒരു മൊഡ്യൂൾ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി
കൂട്ടി നോക്കുമ്പോൾ 50% എങ്കിലും കിട്ടണം. അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാർക്കിംഗ് സിസ്റ്റം. വൺസ് നിങ്ങൾ കമ്പനി സെക്രട്ടറി കോഴ്സ് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് BCom ഡിഗ്രിയും MCom ഡിഗ്രിയും ഇതിൻ്റെ കൂട്ടത്തിൽ പഠിച്ച് പാസ്സാവാം. കമ്പനി സെക്രട്ടറി പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഇഗ്നോയിന്ന് BCom പഠിച്ച് പാസ്സാവുകയാണെങ്കിൽ ചില പേപ്പേഴ്സിൽ എക്സംഷൻ ഉണ്ട്. അതേമാതിരി തന്നെ MCOMലും PGയിലും കുറേ പേപ്പേഴ്സ് എക്സംഷൻ ഉണ്ട്. ദെൻ അത് കൂടാണ്ട് PhD നമുക്ക് ഡോക്ടറേറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. മിക്ക യൂണിവേഴ്സിറ്റിയും ഇതിനു വേണ്ടിയിട്ട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോർമലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ PG പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ PhD എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ കമ്പനി സെക്രട്ടറി പാസ്സായിട്ടുള്ള പ്രൊഫഷണൽസിൽ നമുക്ക് PhDക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം, അത് പാസ്സാവാം. ആൻഡ് ലാസ്റ്റ് വൺ, ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യു ക്യാൻ കണക്ട് വിത്ത് ICSI കൊച്ചി ചാപ്റ്റർ. എറണാകുളത്തുള്ള ചിറ്റൂർ റോഡിലുള്ള ICSI കൊച്ചി ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അവിടുത്തെ ശ്രീകുമാർ ഓഫീസ് ഇൻചാർജാണ്. ശ്രീകുമാറായിട്ട് നിങ്ങൾ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാണ്ട് ഈ 3 ലെവലിലും കൊച്ചി ചാപ്റ്ററിൽ ഓറൽ കോച്ചിങ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കൊച്ചി ചാപ്റ്ററായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്